ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ആധുനിക മലയാള സാഹിത്യ ചരിത്രത്തിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഇടശ്ശേരി ഗോവിന്ദൻ നായർ NV കൃഷ്ണവാര്യർ എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ആരെക്കുറിച്ചാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന കവിയെക്കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ ശക്തിയുടെ കവി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങളെ പരുക്കൻ ഭാഷയിൽ ആവിഷ്കരിച്ച കവിയാണ് അദ്ദേഹം. ഇവിടെ ഒരു അവലോകനം കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കത് തന്നെ പറയാം. അതായത് തൻ്റെ കാലഘട്ടത്തിലെ സാമൂഹിക പ്രശ്നങ്ങളെ പശ്ചാത്തലമാക്കിയാണ് ഇടശ്ശേരി കവിതകളും നാടകവും എഴുതിയത്. അടിസ്ഥാനവർഗമായ തൊഴിലാളികളുടെയും കർഷകരുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പ്രത്യാക്ഷീകരണമാണ് ഇടശ്ശേരി കവിതകൾ. മലയാളത്തിൻ്റെ തനത് സവിശേഷതകൾ കിണങ്ങും വിധം കവിതയെ സാമാന്യ ജനതയുടെ ജീവിതവുമായി അടുപ്പിക്കുന്നതിനും പുതിയ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആശയങ്ങളെ അവതരിപ്പിക്കുന്നതിനും അനുയോജ്യമായ ഭാഷാശൈലിയാണ് ഇടശ്ശേരി പ്രയോഗിച്ചിട്ടുള്ളത്. ഭൂതകാല സംസ്കാരത്തിൻ്റെ ഈടുവയ്പ്പുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി വർത്തമാനകാലത്തെ അഭിസംബോധന ചെയ്ത ആ കവിതകൾ വരും കാലത്തിൻ്റെ സന്ദേശം കൂടി ഉൾക്കൊള്ളുന്നവയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാവ്യശൈലി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കാൽപ്പനികതയുടെ അതിപ്രസരമില്ലാതെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതവും അവരുടെ പോരാട്ടങ്ങളും ഇടശ്ശേരി കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളിലുടനീളമുള്ള പ്രധാന പ്രമേയങ്ങൾ ഏതൊക്കെ വിഷയങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. ഗ്രാമീണ ജീവിതം, കർഷകരുടെ പ്രശ്നങ്ങൾ, പണിയായുധങ്ങൾ, മനുഷ്യത്വത്തിൻ്റെ മൂല്യങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലെ പ്രധാന വിഷയങ്ങൾ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പുത്തൻ കാലവും അരിവാളും കർഷക തൊഴിലാളികളുടെ ജീവിതത്തെയും അവരുടെ പ്രതീക്ഷകളെയും ആവിഷ്കരിക്കുന്ന ഒരു കവിതയാണത്. അടുത്തതാണ് കുറ്റിപ്പുറം പാലം. വികസനം പ്രകൃതിക്ക് വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്തത് പറയുന്നത് പൂതപ്പാട്ടും കാവിലെ പാട്ടും. പുരാവൃത്തങ്ങളെ, അതായത് മിത്തുകളെ പുതിയ രീതികളിൽ വ്യാഖ്യാനിച്ച കൃതികളാണിവ. പൂതപ്പാട്ടിനെക്കുറിച്ചും കാവിലെപ്പാട്ടിനെക്കുറിച്ചും ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. നന്നായിട്ട് ടെക്സ്റ്റ് ഫുള്ളൊന്ന് വായിച്ചു നോക്കുക. അടുത്തത് പറയുന്നത് കൂട്ടുകൃഷിയെക്കുറിച്ചാണ്. സാമൂഹിക പശ്ചാത്തലത്തിൽ രചിച്ച പ്രശസ്തമായൊരു നാടകമാണ്. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. കവിതകൾക്ക് പുറമെ കൂട്ടുകൃഷി എന്ന നാടകം കൂടി ഇടശ്ശേരി രചിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ മനുഷ്യജീവിതത്തിന് അടിസ്ഥാനം മതമല്ലെന്നും മനുഷ്യൻ തന്നെയാണെന്നും ഉദ്ഘോഷിക്കുന്ന നാടകമാണ് കൂട്ടുകൃഷി. ഇനി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കവിതകളിലൂടെ അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാടിനെ കുറിച്ചാണ്. പ്രത്യയശാസ്ത്രപരമായ നിലപാടാണ്. അതായത് ഇടശ്ശേരി പാരമ്പര്യമായി വിശ്വസിച്ചു പോകുന്ന സിദ്ധാന്തങ്ങളെക്കാൾ ഉപരിയായി സ്വന്തം ജീവിതാനുഭവങ്ങൾക്കാണ് കവിതയിൽ പ്രാധാന്യം നൽകിയത്. പഴയ സിദ്ധാന്തങ്ങൾ വെറുപ്പുളവാക്കുന്ന ബാഹ്യ ആവരണങ്ങളാണെന്നും കവിതൻ്റെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി മുന്നേറണമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഇനി പറയുന്നത് സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകളാണ്. അതായത് കേവലം സൗന്ദര്യത്തിൻ്റെ പ്രതീകമായല്ല ഇടശ്ശേരി സ്ത്രീയെ കണ്ടത്, മറിച്ച് കുടുംബത്തിലും സമൂഹത്തിലും അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും വേദനകളും അദ്ദേഹം കവിതകളിൽ ആവിഷ്കരിക്കുന്നു. നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥ, കല്യാണപ്പുടവ പോലുള്ള കവിതകളിലൂടെ സ്ത്രീയുടെ സ്വാഭാവികമായ ആത്മബോധത്തെയും കരുത്തിനെയും അദ്ദേഹം ആവിഷ്കരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പോർഷൻ ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. യന്ത്രസംസ്കാരത്തിൻ്റെ ദുരന്തം വ്യക്തമാക്കിയ ഇടശ്ശേരി കവിതയാണ് നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ല നല്ല പോയിൻറ്റ്സുകൾ ആഡ് ഓൺ ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് NV കൃഷ്ണവാര്യരെക്കുറിച്ച്. മലയാള കവിതയെ കാൽപ്പനികതയുടെ അതിപ്രസരത്തിൽ നിന്ന് മോചിപ്പിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് നയിച്ച കവിയാണ് NV. ദീർഘങ്ങളായ നീണ്ട കവിതകൾ മലയാളത്തിൽ പ്രചരിപ്പിച്ചു. കവിത ബുദ്ധിപരമായ സമീപനവും സാമൂഹിക വിമർശനവും അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങളാണ് നഗരവൽക്കരണത്തിൻ്റെ ദോഷവശങ്ങളും സാധാരണക്കാരൻ്റെ ദുരിതങ്ങളും NV ചിത്രീകരിച്ചു. ചരിത്രത്തെയും പുരാണങ്ങളെയും സമകാലിക രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതകളാണ് മദുരാശിയിലെ ഒരു വൈകുന്നേരം. നഗരജീവിതത്തിലെ പൊള്ളത്തരങ്ങളെയും ദാരിദ്ര്യത്തെയും തുറന്നു കാട്ടുന്ന ഒരു കവിതയാണത്. അടുത്തതാണ് എലികൾ.
മനുഷ്യർ എലികളെ പോലെ സ്വാർത്ഥതയിലാണെന്ന് ചുരുങ്ങുന്നതിനെ പരിഹസിച്ച് പറയുന്നതാണ് എലികൾ. അടുത്ത് പറയുന്നതാണ് ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15 പോലുള്ള കവിതകളിൽ സ്വാതന്ത്ര്യത്തോടുള്ള ആവേശം നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ദേശീയബോധം വളർത്തുന്ന കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് പറയാം. ഉണരണമെന്നിനി ഒരടിമച്ചങ്ങല പൊട്ടിയെടുക്കുകയല്ലാതെ എന്ന വരികൾ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദാഹം വ്യക്തമാക്കുന്നവയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിലെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, മുണ്ടശ്ശേരി അദ്ദേഹത്തെ എരിവും മിനുവുമുള്ള കവി എന്ന് വിശേഷിപ്പിച്ചു. കാൽപ്പനികത കവികളുടെ മൃദുഭാഷയ്ക്ക് പകരം കൃത്യവും മൂർച്ചയുള്ളതുമായ ഭാഷ അദ്ദേഹം ഉപയോഗിച്ചു. കവിതയെ കേവലം വിനോദോപാധിയായല്ല, മറിച്ച് സാമൂഹിക മാറ്റത്തിനുള്ള ഒരു ഉപകരണമായാണ് NV കണ്ടിരുന്നത്. പുരാണങ്ങളെയും മിത്തുകളെയും ചരിത്രവൽക്കരിക്കാനുള്ള വലിയൊരു ശ്രമം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാം. പാഴായ പാട്ട്, ആനക്കാരൻ തുടങ്ങിയ കവിതകളിൽ നാടോടി സംസ്കാരത്തിൻ്റെ സ്വാധീനം കാണാം. വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ട ഗ്രാമീണ മനുഷ്യരെ കവിതയുടെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഉണരുക എന്ന കവിത അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിലെ സാമൂഹിക ബോധത്തിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പറഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ ബോക്സിലൊക്കെ ഉള്ളതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.